യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ശരി, നമ്മൾ ഒട്ടും വൈകിക്കണം, നേരെ വിട്ടാലോ. ഗൈസ്, നമ്മൾ ഒരു 5 സാധനം എടുത്തിട്ടുള്ളത്: കവറും 4 ഈർക്കിലും കത്രികയും നൂലും. ഇത് ഡബിൾ നൂലാട്ടാ. ഞാൻ നമ്മൾ പറപ്പിക്കാൻ പൊട്ടിപ്പോകാണ്ടിരിക്കാൻ ഡബിൾ നൂല് എടുക്കും. പിന്നെ ഒരു ടേപ്പ്. ശരി, നമ്മൾ സമയം കഴിഞ്ഞില്ല, ഉണ്ടാക്കിയാലോ. ശരി, ഫ്രണ്ട്സ്, നമ്മുടെ കവർ സ്ക്വയർ ഷേപ്പിലിരിക്കണം. 4 ഭാഗവും അടുപ്പിച്ചിരിക്കണം. നമ്മൾ അങ്ങനെ മടക്കിയിട്ടുണ്ട്. നമ്മൾ മടക്കിയിട്ടുണ്ട്. ഇതാണ്ട സ്ക്വയർ ഷേപ്പ്. നമ്മളിത് അവിടെ നിന്ന് മുറിക്കണം ബാക്കിയുള്ള കവറുകളൊക്കെ. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ മുറിക്കുക കേട്ടോ. നിങ്ങൾക്ക് തോന്നും എന്തിനാ കവർ കൊണ്ട് ഉണ്ടാക്കുന്നത്. പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയാൽ മഴ വന്നാലും അത് പൊട്ടിപ്പോയില്ല. കവർ കൊണ്ട് ഉണ്ടാക്കണതാണ് അതിന് വേണ്ടി നല്ലത്. അതാണ് കവർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാ വടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ഈർക്കല് അത് ഇതിൻ്റെ ഒപ്പം വെക്കുക. ആദ്യം സ്ട്രെയിറ്റ് അതിന് അവിടെ വെച്ചതാ. ഇവിടെ കട്ട് ചെയ്യുക. സൂം ചെയ്യണം. നമ്മൾ അവിടെ പൊട്ടിക്കാൻ പോകണം. ഇതുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഒപ്പം കിട്ടി. ഇത് കളഞ്ഞു. പിന്നെ അതേപോലെ വേറെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് എടുക്കും. ഇതിന്റെ ഒപ്പം വെച്ചിട്ട് ഈ തുമ്പിൽ കണ്ടില്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കളയണം. എന്നിട്ട് ഇതിന്റെ ഒപ്പം വെക്കണം. എന്നിട്ട് ഈ തുമ്പും അടുപ്പിച്ച് വെക്കാൻ പറ്റില്ല. ഈ തലപ്പും ഈ തുമ്പും കൂടിയിട്ട് നമ്മൾ അടുപ്പിച്ച് വെക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ? അപ്പോഴാണ് 2 സൈഡും ഈക്വൽ ആവുള്ളൂ. ഈ തുമ്പും ഈ തലപ്പും, പിന്നെ ഈ തുമ്പും ഈ തലപ്പും. മനസ്സിലായല്ലേ? മനസ്സിലാകാത്തൊരു കമന്റ് ഇടുക കേട്ടോ. നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ നൂലെടുത്തിട്ടുണ്ട്. നൂലെടുത്തിട്ട് ഇതങ്ങനെ നൂല് കറക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വടിയിൽ നൂലൊക്കെ കറക്കിയെടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് കറക്കിയെടുക്കണം. പിന്നെ ഇത് കണ്ടില്ലേ, വളഞ്ഞിരിക്കണ്. നമ്മൾ സ്ട്രൈറ്റ് വയ്ക്കുമ്പോൾ വളയാനും പറ്റില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ സ്ട്രൈറ്റ് ആക്കി കൊടുക്കണം. നമ്മുടെ വടി അത്യാവശ്യം സ്ട്രൈറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇത് ഇവിടെ വയ്ക്കണം. നമ്മൾ ഇത്തിരി തടിയുള്ള ഭാഗം മുകളിലോട്ട് വെക്കണ്ടേ. എന്താ വെച്ചാൽ പറക്കുമ്പോ ഇത്തിരി ടോപ്പ് പണിയാൻ തടിയുള്ള ഭാഗം പറക്കുന്നുണ്ട്. നമ്മള് സെലോ ടൈപ്പ് ഒട്ടിക്കാൻ പോകുന്നു. വടിയെടുത്ത് നമ്മളിതാ സെന്ററോടെ ഇങ്ങനെ വെച്ചു കൊടുക്കണം. എന്നിട്ടാ ഒട്ടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സെന്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്.
സെൻറ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാ അവിടെ വരി ഒട്ടിച്ചോണ്ട് പോകണം. അടുത്ത് നമ്മൾ ഇത്തിരി സ്ഥലം വിട്ടിട്ട് ഒട്ടിക്കുന്നത്. നമ്മൾ സെൻറ്ററോടെ ഒട്ടിച്ചിട്ടുണ്ട്. വിടർത്തി കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത പാട്ട് വന്ന് പറഞ്ഞാൽ അതിങ്ങനെ വളച്ച് വെച്ച് കൊടുക്കലാണ്. ഇതുണ്ടല്ലോ ഇങ്ങനെ വെച്ച് കൊടുക്കലാണ്. അപ്പൊ നമ്മൾ എല്ലാ ഈക്കളിന്റെ തുമ്പ് താണ്ടില്ല ഇങ്ങനെ ഉണ്ടാവും. അത് നമ്മളിതാ പൊട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് വെച്ച് നോക്കുകയാണ്. നമുക്ക് പറ്റിയൊരു അളവ് വേണ്ടേ ഗൈസ്. നമ്മളിത് എങ്ങനെ വെക്കണം? ഇവിടെ നിന്ന് താണ്ടില്ലേ, കറക്റ്റ് പൊസിഷൻ താണ്ടല്ലേ. ഇതെവിടെ വരണം, ഇതെവിടെ ഇവിടെ ഒന്നും പറ്റില്ല. ഇവിടെ പറ്റിയ ചിലപ്പോൾ പൊട്ടിപ്പോ സാഹചര്യം. നമ്മളിതാ ഇവിടെ എങ്ങനെയാണ് താണ്ടത്. ഇത്ര ഇഞ്ച് നമ്മൾ വയ്ക്കുന്നതാ. നമ്മുടെ ഒരു കൈൻ്റെ ഇഞ്ച് ഇത് എത്ര, നമ്മൾ എത്ര വയ്ക്കാണ് താണ്ടത്. അത് എത്ര വരും? ഇത്രയെങ്കിലും എത്ര മതിയോ? ഇതാ ഈ മുക്കിൽ പൊട്ടിക്കണം. ഈ അട്ടത്തിൽ പൊട്ടിക്കണം. ഇതാ എന്നിട്ട് നമ്മൾ പൊട്ടിക്കണം. ഇനി അതുപോലെ നമ്മുടെ വേറൊരു ഈർക്കൽ എടുക്കുന്നുണ്ട്. അത് ഇതേ അളവിന് വെക്കണം. ഇതാണ്. ഇനി നമ്മൾ അതൊന്ന് കറക്റ്റ് എടുക്കണം. നമ്മളത് കറക്റ്റ് എടുക്കണം. നമ്മൾ നൂലൊക്കെ കറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കറക്കി എടുത്തിട്ട് അറ്റം വരുമ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട് ഇതവഴി കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഈ നൂല് കണ്ടില്ലേ ഇങ്ങനെ വളയിന്, ഇതാണ്ടില്ലേ ഇങ്ങനെ വളയും തോറും നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് പോകണം. കണ്ടില്ലേ ഗൈസ്? ഇതാണ്ടില്ലേ കറക്റ്റ് ഈ അളവിന് വന്നില്ലേ ഗൈസ്? കണ്ടില്ലേ കറക്റ്റ് കണ്ടില്ലേ ഈ ഒരു അളവിന് വന്നിരിക്കുന്നത്? നമ്മൾ എവിടെ വെച്ച് ഇങ്ങനെ കെട്ടാൻ പോണ്. ഇതാണ്ടില്ലേ ഇത് രണ്ടും കറക്റ്റ് ഷേപ്പിൽ വന്നു. അപ്പൊ നമ്മളിതാ ഇവിടെ വെച്ച് ഇങ്ങനെ കെട്ടാൻ പോണ് കറക്കിയിട്ട്. നമ്മളിത് അവിടെ കെട്ടിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യണ വെച്ചാൽ ഇനി ഇതാണ്ടില്ലേ കറക്റ്റ് അളവായില്ലേ? നമ്മുടെ പട്ട റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇനി ഒരു കാര്യമുണ്ട്, ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം നമ്മള്. നമ്മൾ അതേപോലെ ഇപ്പുറത്തെ ഭാഗം ഒട്ടിക്കാൻ പോകുന്നത്. ഇനി സെൻറ്ററിന് മാത്രം
വേറെ ഗൈസ് പിന്നെ വേറൊരു കാര്യം പറയുമ്പോൾ ഇവിടെ ഒത്തിരി നല്ല സ്പേസ് കൂടി ഉണ്ട്, അതിൽ നിൽക്കണില്ല, അതായത് നമ്മൾ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടില്ല നൂലിവിടെ വെറുതെ ഇരിക്കണം, അപ്പൊ നമ്മൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ഓട്ടിട്ടുണ്ട്. ഇനി സെന്റർ ഓട്ടിക്കുന്നു. ശരി ഗൈസ്, പട്ടന്റെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വാലിന് വെച്ചെടുക്കണം. വാല് നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. ഇത് നമ്മുടെ പട്ടത്തിന്റെ വാലും ചെയ്തൊക്കെ റെഡിയാണ്. ഇനി ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് പട്ടം വാലുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, ഞങ്ങൾ ഈ പട്ടം പറക്കുന്ന വീഡിയോ അടുത്ത് ഇടുന്നതായിരിക്കും. ശരി, ബൈ.